സമരം ചെയ്യുന്ന കർഷക സംഘടനകളുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ MSP മിനിമം താങ്ങുവിലയുടെ ഒരു വമ്പൻ പ്രഖ്യാപനം കേന്ദ്രം നടത്തിയിരിക്കുന്നു. കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കരിമ്പ് കർഷകരുടെ താങ്ങുവില വർദ്ധിപ്പിച്ചിരിക്കുന്നു. 315 രൂപയിൽ നിന്ന് 340 രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു. 2024-25 കാലഘട്ടത്തിലേക്കുള്ള താങ്ങുവിലയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുമൂലം നേട്ടമുണ്ടാകുന്നത് 5 കോടി, രാജ്യത്തെ 5 കോടി കരിമ്പ് കർഷകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വലിയൊരു നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 5 കോടി കരിമ്പ് കർഷകർക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയിടത്ത് കരിമ്പ് കർഷകർ ധാരാളമായിട്ടുണ്ട്. ഉത്തർപ്രദേശിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ആ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് കർഷകരുള്ളത്. ഹരിയാനയിലുണ്ട്, പഞ്ചാബിലുണ്ട്. ഏതായാലും അവർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ കാലിത്തീറ്റയുടെ ഉൽപ്പാദനം കൂട്ടാനുള്ള തീരുമാനവും കൂടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. വളം സബ്സിഡി നേരത്തെ തന്നെ നൽകിയിരുന്നു. കാലിത്തീറ്റയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ കാലിത്തീറ്റ എല്ലായിടത്തും എത്തിക്കുന്നതിലും വില കുറയുന്നതിനും ഇടയാക്കും. ഏതായാലും ഒരു വലിയ പ്രഖ്യാപനം തന്നെയാണ്. മിനിമം താങ്ങുവിലയിൽ ഒരു വലിയ പ്രഖ്യാപനം കേന്ദ്രം നടത്തിയിരിക്കുന്നു. ഇനി എന്തു പറഞ്ഞ് മുൻപോട്ട് പോകും എന്നുള്ളൊരു കാര്യമാണ്. 2 കാര്യമാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. ഈ ഒരു സമരവുമായി ഇനി മുൻപോട്ട് പോകാനായിട്ട് കരിമ്പ് കർഷകർ ഏതായാലും മുൻപിൽ നിൽക്കില്ല. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലേക്കുള്ള, വടക്ക് പടിഞ്ഞാറ് ഉത്തർപ്രദേശിലുള്ള കർഷകർ ബഹുഭൂരിപക്ഷം പേരും കരിമ്പ് കർഷകരാണ്. അത്തരത്തിലുള്ളവർ കർഷകർ ആ ഒരു സമരവുമായി ഇനി മുൻപോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതിൽ കാത്തിരുന്ന് കാണേണ്ടി വരും. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു വിളയ്ക്കാണ് ഈ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നത്. കാരണം കേന്ദ്രം കഴിഞ്ഞ ആ ഒരു കോംപ്രമൈസ് ചർച്ചയിൽ, 4ാം വട്ടം നടന്ന ചർച്ചയിൽ, ചാണ്ടിക്കെട്ട് നടന്ന ചർച്ചയിൽ ഇതെല്ലാം വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. അന്ന് ഒരു 3 വിളകളുടെ കാര്യം കൂടി പറഞ്ഞു. ഒരുപക്ഷെ ആ വിളകൾക്ക് കൂടി താങ്ങുവില പ്രഖ്യാപിച്ചേക്കും. ഇതോടുകൂടി ഏതാണ്ട് സമരം ഇനി എന്തു പറഞ്ഞ് മുൻപോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യമാണ് നാം ഒക്കെ കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ഇതിന് സമരത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യമാണെങ്കിൽ ഈ സമരം തുടരുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.